നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ടവർ കൊണ്ട് കവറിടാൻ ബാർക്കോഴയിൽ മാണിയെ വിശുദ്ധനാക്കുന്ന വിജിലൻസ് SP R സുകേശൻ പുതിയ കണ്ടെത്തലുകൾക്ക് ആധാരമാക്കിയത് മൊബൈൽ ടവർ ലൊക്കേഷനുകളെന്ന് റിപ്പോർട്ട്. വസ്തുതാ തെളിവുകളും സാക്ഷിമൊഴികളും മറച്ചത് ഒരു കോടതിയും സ്വീകരിക്കാത്ത ഇത്തരം തെളിവുകൾ കൂട്ടുപിടിച്ചെന്ന് ആക്ഷേപം. മാണിയുടെ പാലായിലെ വീട്ടിൽ വെച്ച് 15 ലക്ഷം രൂപ കൈമാറിയെന്ന് മൊഴി നൽകിയ ബാറുടമ സാജു ഡൊമിനിക് ആ ദിവസം ടവർ ലൊക്കേഷൻ അനുസരിച്ച് പൊൻകുന്നത്തായിരുന്നു എന്ന് വിജിലൻസ്. കേസിലെ ഏക ദൃക്സാക്ഷിയായ ഡ്രൈവർ അമ്പിളിയുടെ മൊഴി തള്ളിയതും മൊബൈൽ ലൊക്കേഷൻ ആധാരമാക്കി. വിജിലൻസ് SP-യുടെ ഉരുണ്ടുകളി നേരത്തെ സമർപ്പിച്ച വസ്തുതാ റിപ്പോർട്ടിലെ നിർണായക തെളിവുകളെല്ലാം തിരുത്തിക്കൊണ്ട് ഇന്നലെ അന്തിമ റിപ്പോർട്ട് പരിഗണിച്ച കോടതി ഉത്തരവിട്ടത് കേസ് ഡയറി ഉൾപ്പെടെ അന്വേഷണത്തിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ. തുടരന്വേഷണം വേണ്ടെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിലപാട്. കേസിൽ മന്ത്രി K ബാബുവിനെ രക്ഷിക്കാനെന്ന ആരോപണവുമായി ബിജു രമേശ്. റിപ്പോർട്ട് തയ്യാറാക്കിയത് മന്ത്രിയുടെ ഓഫീസിൽ വച്ച്. ജയിലിൽ പോകേണ്ടി വന്നാലും കേസിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ലെന്നും ബിജു രമേശ്. വെടിനിർത്തി വീരനും മോഹനനും. മുന്നണി മാറ്റത്തിനുള്ള ഒരുക്കം മാറ്റിവെച്ച് JDU-വിൽ താൽക്കാലിക വെടിനിർത്തൽ. സംസ്ഥാന അധ്യക്ഷൻ MP വീരേന്ദ്രകുമാറും മന്ത്രി KP മോഹനുമായുള്ള ധാരണ നയമാറ്റത്തെ ചൊല്ലി ജില്ലാ കൌൺസിലുകളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ മുന്നണിമാറ്റ വിഷയം തൽക്കാലത്തേക്ക് നീക്കിവെക്കാനുള്ള തീരുമാനം വീരേന്ദ്രകുമാറും KP മോഹനുമായി കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ. നാളെ ചേരേണ്ടിയിരുന്ന സംസ്ഥാന കൌൺസിൽ യോഗം ഫെബ്രുവരി 18 മാറ്റാനും തീരുമാനം. UDF പക്ഷത്ത് ഏപ്രിലിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് വീരേന്ദ്രകുമാറിന് നൽകുന്നത് സംബന്ധിച്ച ആലോചനകൾക്ക് കോൺഗ്രസിൽ മുറുക്കം. സീറ്റ് ജനതാദളിന് നൽകാൻ മുന്നണിയിൽ നേരത്തെ തന്നെ ധാരണയുള്ളതായി കൺവീനർ PP തങ്കച്ചൻ. ചരിത്രത്തിലേക്ക് ഒരു പുതുവഴി. നേതാജിയുടെ ജീവിതകഥയിലെ ഏറ്റവും വലിയ ദുരൂഹതയിലേക്ക് പുതിയ വഴി തീർത്ത് ബ്രിട്ടീഷ് വെബ്സൈറ്റ്. സുഭാഷ് ചന്ദ്രബോസ് മരിച്ചത് തായ്വാനിലെ വിമാനാപകടത്തിൽ തന്നെ എന്നതിന് പുതിയ തെളിവുകൾ പുറത്തുവിട്ടത് ബ്രിട്ടനിലെ ബോസ് ഫയൽസ് എന്ന വെബ്സൈറ്റ്. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ നേതാജിയെ തായ്പേയി സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 1945 ഓഗസ്റ്റ് 18. അന്ന് അർദ്ധരാത്രിക്ക് ശേഷം തന്നെ മരണം സംഭവിച്ചതായും നേതാജിയെ ചികിത്സിച്ച ഡോക്ടർ ടാനിയോഷി യോഷിമിയുടെ വെളിപ്പെടുത്തൽ. പുതിയ വിവരങ്ങളുമായി ബോസ് ഫയൽസ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചത് 1995 ഡോക്ടർ ടാനിയോഷിയുമായി നേതാജിയുടെ ബന്ധു നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നായിരുന്നു ബോസിന്റെ അവസാന വാക്കുകളെന്ന് ടാനിയോഷി. കുതിപ്പിന് കാത്തു കൊച്ചി. മെട്രോയെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങി. കോച്ചുകളുടെ സാങ്കേതിക പരിശോധനകൾ ഇന്ന് പൂർത്തിയാക്കി. മുട്ടംയാർഡിൽ നിന്ന് നാളെ മെട്രോ ടെസ്റ്റ് ട്രാക്കിലേക്ക്. 1 കിലോമീറ്റർ ദൂരത്തിലെ പരീക്ഷണ ഓട്ടം 23-ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മെട്രോ സ്റ്റേഷനുകളുടെ പേരുകൾക്കായി വൻകിട സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരമെന്ന് റിപ്പോർട്ട്. സ്റ്റേഷൻ ബ്രാൻഡിംഗിനായി ഈടാക്കുക 3 കോടി രൂപയ്ക്ക് മുകളിൽ. ഓരോ സ്റ്റേഷനും ബ്രാൻഡ് ചെയ്യുന്ന പദ്ധതി KMRL-ന് ടിക്കറ്റ് ഇതര വരുമാന മാർഗമാകും. ഭീകരതയിൽ അതിജാഗ്രത. റിപ്പബ്ലിക് ദിനത്തിൽ സ്ഫോടന പരമ്പര ലക്ഷ്യമിട്ട് പാക് ഭീകരർ എത്തിയെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഡൽഹി കനത്ത ജാഗ്രതയിൽ. അധിക സുരക്ഷയ്ക്കായി രാജ്യതലസ്ഥാനത്ത് മാത്രം നിയോഗിച്ചിട്ടുള്ളത് 10,000-ലധികം അർദ്ധസൈനികരെ. പഞ്ചാബ് അതിർത്തി വഴി 10 ജെയ്ഷെ ഭീകരർ ഡൽഹിയിലേക്ക് കടന്നുവെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് ആഭ്യന്തര വകുപ്പിന്റെ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കാൻ യോഗത്തിൽ നിർദ്ദേശം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.